സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഓം നമഃ ശിവായ. തിരുവനന്തപുരം ആശ്രമത്തിൽ അമ്മ വരുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴായി വന്നിട്ടുണ്ട്. അമ്മയുടെ ദർശനത്തിനായിക്കൊണ്ടും ഇവിടെ നടക്കുന്ന ശനി പൂജ തുടങ്ങിയിട്ടുള്ള പൂജകളിൽ പങ്കെടുക്കാനൊക്കെ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ അമ്മ എല്ലാ വർഷവും വരുമ്പോൾ എൻ്റെ വളരെ കുട്ടിക്കാലം മുതൽ, അതായത് ഞാൻ കാഞ്ചിയിലെ പാഠശാലയിൽ നിന്ന് തിരിച്ചു വന്ന് എനിക്ക് തോന്നുന്നു 12 വയസ്സിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. തൊട്ടടുത്തതിൻ്റെ അടുത്ത വർഷം 14-ാം വയസ്സിൽ ഞാൻ നമ്മുടെ അമ്മയെ ദർശിച്ചു. അമ്മയുടെ കൃപ എനിക്കുണ്ടായി, അമ്മയെ കാണാൻ അമ്മ അനുവദിച്ചു, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ശനി പൂജ നടക്കും. ഇന്ന് ശനിയാഴ്ചയല്ലേ? ഈ ശനി പൂജ നടക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. കാരണം ഈ ശനി പൂജ നടക്കുമ്പോൾ ശിവാമൃത സ്വാമിയുടെ പ്രഭാഷണം ഉണ്ടാവും. അതായത് നമ്മുടെ നാട്ടിൽ പലതരത്തിൽ ആശ്രമത്തോട് ബന്ധപ്പെടുന്നവരുണ്ട്. ആശ്രമത്തിൻ്റെ സേവാ പ്രോജക്റ്റുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിൽ അത് നികത്താനായിട്ട് അമ്മയുടെ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആശ്രയിക്കുക. ഭജന കേൾക്കാൻ വേണ്ടിയിട്ട്, വലിയ സ്വാമിയുടെയൊക്കെ ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. ഓരോരുത്തർക്കും ഓരോ ആകർഷണം അതിലുണ്ട്. എല്ലാവരും അമ്മയിൽ ആകർഷണമായിട്ടാണ് വരുന്നതെങ്കിലും ചില കാര്യങ്ങളോടൊരു മമത ഉണ്ടാവും. അപ്പോൾ എനിക്ക് പൊതുവെ ഈ ശാസ്ത്രങ്ങളോട് താല്പര്യമുള്ളത് കൊണ്ടാണോ അറിയില്ല, സ്വാമിജിയുടെ ആ ശനിയാഴ്ചത്തെ പ്രഭാഷണങ്ങൾ എനിക്ക് ഒരു വർഷവും ഞാനത് മിസ് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും എൻ്റെ ഓർമ്മയിൽ ഞാൻ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് അത് കേൾക്കും. കാരണം സാധാരണ തലത്തിലുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ ചട്ടക്കൂടില്ലാതെ നമ്മൾ ഈ സ്വകാര്യ സംഭാഷണം നടത്തുന്ന പോലെയാണ് സ്വാമിജി സംസാരിക്കാറ്. അപ്പം എനിക്കാണെങ്കിൽ ഒത്തിരി ഉറക്കെ പറയുന്നത് അത്ര ഇഷ്ടമല്ല. ഞാനങ്ങനെ ഉറക്കെ പറയുമെങ്കിലും ഒരു വേദാന്ത നിഷ്ഠ ഉള്ള വ്യക്തിയുടെ വാക്ക് കേൾക്കുന്ന ആളെ, ശ്രോതാവിനെ ആ തരത്തിലേക്കുള്ള ആവൃത്തിയിലേക്ക് കൊണ്ടുവരുമെന്ന് പറയും. ട്യൂണിങ് സംഭവിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, തീരെ അട്രാക്ഷന് വേണ്ടിയിട്ട് ശബ്ദജാലം സൃഷ്ടിക്കാത്ത 2 പ്രഭാഷണങ്ങളാണ് നമ്മുടെ ആശ്രമത്തിലെ സ്വാമിമാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് കരുതി എല്ലാ ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് എവിടെ പോയാലും അറ്റൻഡ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ശിവാമൃത സ്വാമിയുടെ പ്രഭാഷണമാണ്. 2 നമ്മുടെ ബാംഗ്ലൂരുണ്ടായിരുന്ന അമൃത ഗീതാനന്ദപുരി സ്വാമിയുടെ പ്രഭാഷണമാണ്. ഈ 2 പ്രഭാഷണങ്ങൾക്കും എന്തോ ഒരു പ്രത്യേകത അമ്മ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ആ ഗുരുഭക്തിയെപ്പറ്റിയും ആ ശരിയായ ലോകവീക്ഷണത്തെ പറ്റിയൊക്കെ കുറെ കൂടെ ശാസ്ത്രയുക്തമായിട്ട് പറയുന്നുകൊണ്ടാണോ, വൈകാരികത ഇല്ലാതെ പറയുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ. എനിക്ക് അതിനോട് വലിയ മമതയായിരുന്നു. അപ്പം ഞാനും നിങ്ങളെപ്പോലെ തന്നെ സ്വാമിയിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അന്വയ വ്യതിരേക രൂപമായിട്ടുള്ള വേദാന്ത ശാസ്ത്രം ആണ് സന്യാസിമാർ പഠിക്കുന്നത്, ശാങ്കര ഭാഷ്യത്തോടു കൂടെ. അതിലെനിക്ക് ഉണ്ടായിരുന്ന ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ നമ്മുടെ ആശ്രമത്തിലെ സ്വാമിമാരിൽ നമ്മുടെ ഇവിടുത്തെ മഠാധിപതിയുടെയും അമൃത ഗീതാനന്ദപുരി സ്വാമിയുടെയും പ്രഭാഷണങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും അമൃത ഗീതാനന്ദപുരി സ്വാമി നമ്മുടെ ആശ്രമത്തിൽ വരുന്നതിന് മുൻപ് ചിന്മയ മിഷൻ്റെ ആശ്രമത്തിൽ മഹാനായ ചിന്മയാനന്ദ സ്വാമികളുടെ കൂടെയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഗീത പഠിക്കാനും ഉപനിഷത്ത് പഠിക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അവരെ അന്ന് പഠിപ്പിച്ചിരുന്ന ആചാര്യൻ മഹാനായ ദയാനന്ദ സരസ്വതി സ്വാമിയാണ്. ഈ ദയാനന്ദ സരസ്വതി സ്വാമിയുടെ അടുത്ത് ഞാനും കുറച്ച് ദിവസങ്ങൾ പോയി നിന്ന് അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള പാഠനങ്ങളുടെ ഫലമായിട്ടാവാം ഈ രണ്ട് സ്വാമിമാരും എനിക്ക് പ്രത്യേകം എൻ്റെ മനസ്സിലൊരു സ്ഥാനം ഉള്ളവരാണ്. എന്നെ ഏറെ ആകർഷിച്ചൊരു കാര്യം, ഒരിക്കലും മാതൃവാണിയിൽ അദ്ദേഹത്തിൻ്റെ തിരുവണ്ണാമല യാത്രയെപ്പറ്റി എഴുതിയതും അദ്ദേഹം ഒരു ഭജന പാടാൻ ശ്രമിച്ചതും ഒരാൾ ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോയതും ആണോ എന്ന് ധരിച്ചതൊക്കെ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ ഈശ്വരൻ്റെ പുത്രന്മാരാണ് നമ്മൾ, അമ്മയുടെ പുത്രന്മാരാണ് നമ്മൾ, പുത്രിമാരാണെന്നുള്ളതിൻ്റെ തെളിവാണ്. അമ്മ അദൃശ്യമായ കരങ്ങൾ കൊണ്ട് നമ്മളെ എങ്ങനെയൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നു. നമ്മളറിയാതെ പോലും നമ്മുടെ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പാട്ടോ എങ്ങനെ ഒരു ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സഹായിക്കുന്നു എന്നൊക്കെ ആ എഴുത്തിൽ കാണാം. മാതൃവാണിയിൽ വരുന്ന ലേഖനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം എടുത്തു വെച്ച് എൻ്റെ വീട്ടിൽ അട്ടിക്ക് കിടക്കുകയാണ് മാതൃവാണി. മാതൃവാണിയോട് എന്താണ് ഇത്ര പ്രത്യേകത? എത്രയോ മാഗസീൻസ് നമ്മൾ വായിക്കുന്നുണ്ട്. മാതൃവാണി എന്തുകൊണ്ടാണ് നമുക്ക് കളയാൻ തോന്നാത്തത്? മാതൃവാണി കളയാൻ തോന്നാത്തതിൻ്റെ കാരണം അതിൻ്റെ മുഖചിത്രമാണ്. ഇപ്പോൾ ഭക്തപ്രിയയിൽ പല ചിത്രങ്ങൾ വരും അല്ലേ? അല്ലെങ്കിൽ മറ്റൊരു സ്പിരിച്വൽ മാഗസീനാണെങ്കിൽ അതിലും പല ചിത്രങ്ങൾ വരും. പക്ഷെ അവയോടൊന്നും തോന്നാത്ത ഒരു ആദരവും പ്രേമവും മാതൃവാണിയോട് തോന്നാനുള്ള കാരണം അതിൻ്റെ മുഖചിത്രമാണ്. അതിൻ്റെ മുഖചിത്രം നമ്മുടെ എല്ലാം ഓക്സിജൻ സിലിണ്ടറാണ്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അമ്മയാണ്. പഴയ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ വരുമ്പോൾ, പണ്ട് ഈ ശിബിരങ്ങൾ നടക്കുമ്പോൾ ശിവാമൃതസ്വാമിയൊക്കെ ആശ്രമത്തിൽ അമൃതപുരിയിൽ പല ശിബിരങ്ങളിലും നടക്കും, നമ്മളൊക്കെ പോയി പങ്കെടുക്കും. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ അറിവ് തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ പറയുന്നത്, അല്ലാതെ പുതിയതായിട്ടൊന്നും ഞാൻ കണ്ടുപിടിച്ച് പറയുന്നില്ല. വിനയം എൻ്റെ പറമ്പിൽ കൂടെ പോയിട്ടില്ല. അതുകൊണ്ട് ഇത് വിനയം കൊണ്ട് പറയുന്നതല്ല, അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് ഉപകാരം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു വിനയവും ഇല്ലാത്തൊരാളാണ്. ഇതിൽ ഈ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തെ ഞാൻ അമ്മയോട് ചോദിച്ചൊരിക്കുക, അമ്മയെ ദേവീക്ഷേത്രമെന്നോ ശിവക്ഷേത്രമെന്നോ അല്ലെങ്കിൽ രാഹുക്ഷേത്രമെന്നോ അല്ലെങ്കിൽ മുരുകൻ്റെ ക്ഷേത്രമെന്നോ എന്തുവിടാമല്ലോ, അമ്മ എന്താണ് ബ്രഹ്മസ്ഥാനം ഇട്ടത്? അപ്പോൾ അമ്മ അതിന് ടെക്നിക്കലായിട്ട് ട്രസ്റ്റ് വിഷയകമായ ഒരു ഉത്തരം തന്നു. പക്ഷെ അതിനേക്കാൾ ഉപരി അമ്മ പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശിവകുടുംബത്തെ സങ്കല്പിച്ച് ഒരു ശിലയിൽ അച്ഛനും അമ്മയും മക്കളും ഇരിക്കുന്ന കൗടുംബിക സങ്കല്പത്തിൻ്റെ ഉദാത്ത മാതൃകയാണല്ലോ ശിവകുടുംബം. അതിനെ കാണിച്ചിരിക്കുകയാണെന്ന് നമ്മ പറഞ്ഞു. ഈ ബ്രഹ്മസ്ഥാനം എന്നുള്ള വാക്കിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. അതായത് ഒരു ജീവൻ്റെ പല പരിണാമാവസ്ഥകളും കടന്ന് അവൻ തൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് തൻ്റെ കേന്ദ്രം കണ്ടെത്തുന്നതാണ് ശരിയായ ബ്രഹ്മസ്ഥാനം. അമ്മ ഒരിക്കൽ പറഞ്ഞു, യഥാർത്ഥ സത്സംഗം ജീവാത്മ പരമാത്മ ഐക്യമാണെന്ന് പറഞ്ഞു. സത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ സത്തിനെ നാം കണ്ടെത്തി നാം അതായി വർത്തിക്കലാണ്. ഒരിക്കൽ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ വളരെ ദുഃഖിതനായിട്ട് വന്ന് പറഞ്ഞു, ഭഗവാനെ മന്ത്രം ജപിച്ചു, ഒരുപാട് ഭജനകൾ പാടി നോക്കി, ഒരുപാട് നാമം എഴുതി നോക്കി, എന്നിട്ടൊന്നും എൻ്റെ മനസ്സിന് ശാന്തി ഉണ്ടാവുന്നില്ല, വളരെ കഷ്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ മുമ്പിലിരിക്കുന്നു. ഭഗവാന്റെ തൊട്ട് പുറകിൽ ഭഗവാന്റെ അറ്റൻഡൻ്റ് ആയിട്ടുള്ള കൃഷ്ണസ്വാമി എന്നൊരാൾ ഉണ്ട്. അദ്ദേഹം ഒരു ബ്രഹ്മചാരിയായിരുന്നു. അപ്പോൾ ഈ ഭഗവാനെ വീശി കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ ഈ ഭക്തൻ വന്നിട്ട് പറയുന്നത്, ഇത്രയൊക്കെ ജപം നടത്തിയിട്ട് എനിക്ക് ശാന്തിയില്ല. ഭഗവാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ പുറകിൽ നിന്ന് കൃഷ്ണസ്വാമി പറഞ്ഞു, എന്താണ് ഗംഗ ഒഴുകുന്നു, അതിൻ്റെ കരക്കിരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഗംഗയിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് നിങ്ങൾ ദാഹിക്കുന്നു എന്ന് പറയണത്. ഉടനെ ഭഗവാൻ രമണ മഹർഷി പറയാണ്, അങ്ങനെയല്ല, ഗംഗ തന്നെയാണ് പറയുന്നത് ദാഹിക്കുന്നു. ഇപ്പം നമ്മുടെ സ്വത്വം ബ്രഹ്മസ്വരൂപമാണെന്ന് അറിയുന്ന നിമിഷം അത് പുതിയ അറിവല്ല. ഒരിക്കൽ ഈ വേദാന്തത്തിൻ്റെ ചില പ്രകരണ ഗ്രന്ഥങ്ങളിൽ ആദ്യം പഠിക്കുന്ന ഗ്രന്ഥം തത്വബോധം എന്നൊരു ചെറിയ ടെക്സ്റ്റാണ്, ശങ്കരാചാര്യരുടെയാണ് ചെറിയ ടെക്സ്റ്റ്, തത്വബോധം. ഈ തത്വബോധം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ആചാര്യൻ പണ്ട് പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് വളരെ രസമായിട്ട് തോന്നിയത്. അങ്ങനെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഉദാഹരണമൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ ആ ശാസ്ത്രി പറഞ്ഞൊരു ഉദാഹരണമാണ്,
ആത്മാവിനെ കണ്ടെത്തുന്ന പരിപാടിയാണ് ആത്മീയത എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ദിവസം ഒരു വീട്ടിൽ വലിയ കലഹം. രാവിലെ ഭർത്താവിന് മറവി രോഗമുണ്ട്. പക്ഷേ അയാൾ സമ്മതിക്കില്ല. എനിക്ക് മറവി രോഗമുണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല. ഭാര്യ എല്ലാം മറന്നു വെച്ചാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ അയാൾ രാവിലെ വലിയ ശുണ്ഠി എടുത്തിട്ട് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണട എവിടെയാണ്, നീ എവിടെ കൊണ്ട് തൊലച്ച് എൻ്റെ കണ്ണട? ബാത്റൂമിൽ നോക്കി, ബെഡ്റൂമിൽ നോക്കി, അലമാര തുറന്ന് നോക്കി, ആ വീട് ഇളക്കി മറിച്ച് പുള്ളി. അപ്പോൾ ഭാര്യ ഇങ്ങനെ ചിരിക്കുകയാണ് നിന്നുകൊണ്ട്. എന്നിട്ട് ഭാര്യ പറയാണ്, അപ്പം ആ മൂക്ക് തിരിക്കുന്ന എന്താണ്? അപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നു അല്ലേ, തെരഞ്ഞു, എന്തിനോ തെരഞ്ഞുകൊണ്ട് നടന്നു. പക്ഷെ ഒടുവിൽ കിട്ടിയത് എവിടെ നിന്നാണ്? അതെ, ലബ്ധമായ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് കരുതി തിരയുന്ന കള്ളത്തനമാണ് സാധന, ഉപാസനയല്ല. ലബ്ധം ഓൾറെഡി അതാണ്. ഇനി അത് എവിടെയും തിരഞ്ഞാണ്. നമ്മൾ പഴയ ഉദാഹരണം, കസ്തൂരി മണം വന്നിട്ട് എവിടുന്നാണ് വരുന്നത് ഓടി നടക്കുന്ന പോലെ എന്നൊക്കെ പറയും. പല ഉദാഹരണം പറയാം. പക്ഷേ ഇതെനിക്ക് രസമായിട്ട് തോന്നി. എനിക്ക് അനുഭവമുണ്ട്, ഇങ്ങനെ കണ്ണട തിരഞ്ഞ അനുഭവമുണ്ട്. അതുകൊണ്ട് എനിക്കത് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലായി. നമ്മുടെ കണ്ണട നമ്മുടെ ഭാഗമായി തീരുമ്പോൾ അത് മറന്നു പോകും. പിന്നെ ഒരു രസമുണ്ട് കേട്ടോ. എന്നോട് ഒരു ആൾ പറഞ്ഞു, അയാൾ 13 വർഷം ഒരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചു. 13 വർഷം അപ്പോൾ പ്രേമിച്ച് കല്യാണം കഴിച്ചപ്പോൾ കല്യാണം കഴിച്ചു ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെ ഭയങ്കര ശണ്ഠയായി, ലഹളയായി. അപ്പോൾ അയാൾ വിചാരിക്കുകയാണ് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായില്ല, എത്രയും കാലം പ്രേമിച്ചപ്പോൾ വല്ലാത്ത അനുരാഗമായിരുന്നു, ഇപ്പോൾ കിട്ടിയപ്പോൾ ഭയങ്കര ശണ്ഠയായി. അങ്ങനെ കണ്ടിട്ടില്ലേ ഒരുപാട്. അതും ഒരു കാരണമാണ്. ഒരു വസ്തു എൻ്റേതാണെന്ന് കാണുമ്പോൾ അതിനെ മറക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ ജന്മങ്ങളായിട്ട് നാം നമ്മുടെ സ്വത്വം മറന്നുപോയി. അപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയാൻ പാടില്ല, ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃന്നാണ്. അതായത് ഈശ്വരൻ, ഗുരു, ആത്മാവെന്ന് മൂന്നായിട്ട് പറഞ്ഞാലും ഇത് ഒരേ പരമാത്മ തത്വമാണ് മൂന്നും. അപ്പോൾ അത് ഒരു ഗുരു ആണെങ്കിൽ താൻ അതാണെന്ന് വർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളടുത്ത് പല പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അമ്മ നമുക്ക് വേണ്ടുന്നത് തരും, ചിലപ്പോൾ തരാതിരിക്കാം, ചിലപ്പോൾ നിഷേധിക്കാം. അമ്മ തരുന്ന ഓരോ അനുഭവവും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാനുള്ള ഓരോ പാഠങ്ങളാണെന്ന് നാം മനസ്സിലാക്കാനാണ് ഈ ഒരു ശ്രമം മുഴുവൻ. ഇപ്പോൾ നമ്മുടെ ഈ ആശ്രമങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നു. ലോകം മുഴുവൻ ആശ്രമങ്ങളുണ്ട്, അമ്മയുടെ ആശ്രമങ്ങളുണ്ട്. ഇതിലെല്ലാം അമ്മ പറയുന്നത് ആശ്രമം എന്നാണ്, ഇത് നിരന്തരമായ ശ്രമം എന്നാണ് അമ്മ പറയുന്നത്. അമ്മ പറയുന്നതാണ്, ഉപദേശാമത്തിലുണ്ട്. ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രമമാണ്, നിർത്താൻ പാടില്ല, കണ്ടിന്യൂസ് എഫർട്ടാണ്. എന്തിനു വേണ്ടി? ലബ്ധമായ വസ്തു അവിടെ ഉണ്ട് എന്ന് നാം തന്നെ തിരിച്ചറിയാനുള്ള പ്രയത്നമാണ്. പുറത്തൊരു വസ്തു വെച്ചിട്ട് അതിനെ കണ്ടെത്തുകയല്ല, ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിയല്ല ഇത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ ആശ്രമത്തിൽ പണ്ട് മുതലേ ഒരു മാർഗം അവലംബിച്ചിരിക്കുന്നത് വിചാരമാർഗമല്ല. അതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം. ഭൗതികമായി നമ്മൾ കണ്ണിൽ നോക്കുമ്പോൾ ആശ്രമത്തിൽ പ്രത്യേകിച്ച് രമണ മഹർഷിയെ പോലെയുള്ള ടീച്ചിങ്സ് അല്ല പറയുന്ന അമ്മ. വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ പല കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് പറയുന്നത് ഉപാസനാ ഭാഗത്ത് അമ്മയുടെ അഷ്ടോത്തരം, ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കണം, മന്ത്രം ജപിക്കണം, സേവ ചെയ്യണം. ചുമ്മാ ഇരിക്കാൻ പാടില്ല. എന്തെങ്കിലും അമ്മ പറയും ചുമ്മാ ഇരിക്കുക, ഇപ്പോൾ 10 തെങ്ങിൻ്റെ മൂടെങ്കിലും കിളച്ച് വെക്കണം, എന്തെങ്കിലും ഒരു ജോലി ചെയ്യാതെ ഇരിക്കരുതെന്ന് പറയും. അമ്മയുടെ 60ാം പിറന്നാളാണെന്ന് തോന്നുന്നു. അമ്മ അന്ന് മോദിജിയൊക്കെ വന്ന പിറന്നാളാണ്. ഒരു അത്ഭുതകരമായ കാര്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, ശരീരം ഇളകിക്കൊണ്ടേയിരുന്നാൽ ആരോഗ്യം, മനസ്സ് ഇളകാതിരുന്നാൽ ആരോഗ്യം. ലളിതമായ കാര്യമാണ്. മഹാഭാരതത്തിന് നീലകണ്ഠീയം എന്ന് പറയുന്ന നീലകണ്ഠ ഭാഷ്യമുണ്ട് മഹാഭാരതത്തിന്. വളരെ ക്ലിഷ്ടമാണ്, മഹാഭാരതമേ ക്ലിഷ്ടമാണ്, ലെങ്തിയാണ്. എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ പ്രൊഫസർ ജോൺസ് വില്ലോത്ത് എന്ന് പറഞ്ഞ സാറ്, ജോൺസ് വില്ലോത്ത് മലയാള പ്രൊഫസറാണ്. പുള്ളിനോട് പറഞ്ഞു, എടാ ഞാൻ അന്ന് ഉമാകേരളം എന്നൊരു കൃതി, ഉള്ളൂരിൻ്റെ ഉമാകേരളം ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പുള്ളി കണ്ടിട്ട് എന്താടാ കൊച്ചനെ കയ്യിലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമാകേരളമാണ്. നിനക്ക് വല്ല വട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ ക്ലിഷ്ടമായൊരു കൃതിയാണ്. എടാ നാരായണ ഗുരുവിനടുത്ത് വായിക്കടാന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് അതുവരെ നാരായണ ഗുരു എന്ന് പറഞ്ഞാൽ ഒരു അകലെയുള്ള ആളാണ്, നമുക്ക് ഒരു ബന്ധമില്ലാത്ത ആളാണ്. നാരായണ ഗുരു എന്ന് കേട്ടിട്ടുണ്ട്, പല വീടുകളിലും ചിത്രം കാണാം എന്നല്ലാതെ നാരായണ ഗുരുവിനെ പറ്റി ഒരു വസ്തുവും ഞങ്ങളാരും പഠിച്ചിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഈ ജോൺസ് വില്ലോത്ത് സാറ് പറഞ്ഞു, നീ ഉമാകേരളം കൊണ്ട് നടക്കുന്നോ? പോയിട്ട് പിന്നെ നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം വായിക്കടാന്ന് പറഞ്ഞു. ഒരക്ഷരം അതിൽ നല്ല സംസ്കൃതമാണ്.
മലയാളത്തിൽ ഇത്ര ക്ലിഷ്ടമായിട്ട് ശ്ലോകങ്ങൾ എഴുതാം എന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നാരായണ ഗുരുവിനെ വായിച്ചു തുടങ്ങി. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു, എടാ മഹാഭാരതം എടുത്ത് വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലൈബ്രറിയിൽ പഴയ സംസ്കൃത എഡിഷനും വിദ്വാൻ പ്രകാശത്തിൻ്റെ ആണെന്ന് തോന്നുന്നു മലയാളമുണ്ട്. അപ്പം ഞാൻ മലയാളം എളുപ്പമാണല്ലോ, വായിച്ചു തുടങ്ങി. ഈ മഹാഭാരതം വായിച്ചു തുടങ്ങുമ്പോൾ സത്യം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഗ്രഹങ്ങളൊക്കെ വിദ്യാകാരകത്വം വഹിച്ചുകൊണ്ട്, ബുധൻ പ്രത്യേകിച്ചും, ബുധനെ കൊണ്ട് ചിന്തിക്കുന്ന അവതാര വിഷ്ണുവിനെയാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ അത് രാമനാവാം, കൃഷ്ണനാവാം, വരാഹമൂർത്തിയാവാം, പരശുരാമനാവാം, ഏത് വിഷ്ണുവിൻ്റെ ഏത് അവതാരവും ബുധനെ കൊണ്ട് ചിന്തിക്കാം. പക്ഷേ ബുധനെന്ന് പ്രത്യേകം പറഞ്ഞാൽ ബുധൻ ഗ്രഹങ്ങളുടെ ഇടയിൽ രാജകുമാരൻ എന്നാണ് ഹോരാശാസ്ത്രത്തിൽ പറയുന്നത്. ബുധൻ രാജകുമാരനാണ്. അപ്പോൾ അങ്ങനൊരു സൂചന ബുധനെപ്പറ്റി ഹോരാശാസ്ത്രം പറയുന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ആരാണ് രാജകുമാരൻ? കൃഷ്ണ. ശ്രീരാമേന്ദ്രസ്വാമി രാജകുമാരനല്ലേ? അപ്പോൾ അങ്ങനെ ഇത് എൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ രാമായണത്തോടൊരു പ്രതിപത്തി, വിദ്യാകാരകത്തുള്ള ഗ്രഹമാണ് ബുധൻ. അപ്പോൾ വിദ്യാഭ്യാസം, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, ഇതിനൊക്കെ ബുധനാണ്. ബുധൻ നന്നായി മികച്ചു നിന്നാൽ നന്നായി വിദ്യ പൂർത്തിയാക്കുന്നൊക്കെയാണ് പറയുക. അപ്പം അതിനുവേണ്ടി ചെറുപ്പം മുതലേ, ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ പണ്ട് മുതലേ സുന്ദരകാന്ഡ പാരായണമുണ്ട്. സുന്ദരകാന്ഡ എല്ലാ ദിവസവും വായിക്കും. എന്തിനാണ് ഇവരൊക്കെ വായിക്കുന്നത് എനിക്കറിയാം. എല്ലാ ദിവസവും കുത്തിയിരുന്ന് വായിക്കും ആളുകൾ. അത് എൻ്റെ മുത്തച്ഛനാണെങ്കിലും, മുത്തച്ഛൻ അച്ഛൻ തുടങ്ങിയിട്ടുള്ള പരിയാണ്, ആരെങ്കിലും എപ്പോഴും അവിടെ തുറന്നു വെച്ചിരിക്കും. ഈ ക്രിസ്ത്യാനികളുടെ പള്ളിയിലും അതുപോലെ ഹോസ്പിറ്റലിലൊക്കെ ബൈബിൾ തുറന്നു നോക്കുന്നില്ലേ, അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും സുന്ദരകാന്ഡത്തിൻ്റെ വലിയൊരു കോപ്പി സംസ്കൃതം മൂലം അവിടെ വെച്ചിരിക്കുമായിരുന്നു. അതിന് വിളക്ക് എപ്പോഴും നെയ്വിളക്ക്, ചെറിയൊരു ഇതിൽ നെയ്വിളക്ക് തെളിച്ച് വെച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ഈ സുന്ദരകാന്ഡം എന്നുള്ളതിനോട് വലിയ ഒരു പ്രതിപത്തി, ഇഷ്ടം വന്നു. ഹനുമാനോടൊരു പ്രത്യേക ഭക്തി. ഹനുമാനാണ് ജീവിതത്തിൻ്റെ ആദർശം. ചിട്ടയാണെങ്കിലും ആരോഗ്യമാണ്, എല്ലാത്തിനും പുള്ളിയാണല്ലോ, ബുദ്ധിക്കും. മാത്രമല്ല ഹനുമാൻ്റെ അഷ്ടോത്തരത്തിൽ ഓം നവവ്യാകൃതി പണ്ഡിതായ നമ മന്ത്രം. 9 തരം വ്യാകരണങ്ങളുണ്ട് സംസ്കൃതത്തിൽ. ആ 9 തരം വ്യാകരണങ്ങളിലും പണ്ഡിതനാണ് ആര്? ഹനുമാൻ. മഹാപണ്ഡിതൻ, മഹാസംഗീതജ്ഞൻ, എല്ലാം കൊണ്ടും വിദ്വാൻ. അപ്പം ബുധനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയെ ചിന്തിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും രാമനാമം എഴുതും. തമിഴിലാണ് എഴുതുന്നത്. രാമ 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 മാത്രം, വേറൊന്നുമില്ല. അത് നിറച്ചൊരു പേജ് മുഴുവൻ എഴുതിയാൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ പാനകം തരും അമ്മ. അതൊരു കൈക്കൂലിയാണ്. അതായത് രാമനാമം എഴുതാനുള്ള കൈക്കൂലിയാണ്. അന്ന് ഈ പാനകത്തിൻ്റെ രുചി അപാരമായ രുചിയാണ്. പാനകം ഉണ്ടാക്കാൻ അറിയാമല്ലോ, ഇവിടെ പലർക്കും അറിയുണ്ടാവും. ഈ പാനകം പൊതുവെ ദേവതകളിൽ ഉഗ്രമൂർത്തികൾക്ക് കൊടുക്കുന്നതാണ്. യുദ്ധമൂർത്തികൾക്ക് കൊടുക്കുന്ന നേദ്യമാണ് പാനകം. അയ്യപ്പൻ രാത്രി പാനകമാണ്. മൂകാംബിക ഭദ്രകാളി സങ്കല്പത്തിൽ പാനകമാണ്. നരസിംഹമൂർത്തി പാനകമാണ്. ശ്രീരാമചന്ദ്രസ്വാമി പാനകമാണ്. അപ്പോൾ അവിടെ ശ്രീരാമൻ്റെ ചിത്രം, ഹനുമാന് പ്രത്യേകിച്ചൊരു വിഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു പൂജയൊക്കെ കഴിക്കണം, ഇച്ചിരി മണികിണിയൊക്കെ അടിക്കണം. ഒരു സുന്ദരകാന്ഡം അല്പം വായിക്കുക, രാമനാമം ഒരു പേജ് എഴുതിയാൽ എന്ത് കിട്ടും? ഒരു ചെറിയ ടംബ്ലർ പാനകം കിട്ടും. ഇപ്പം നമ്മുടെ അമ്മമാർ ഭയങ്കര ഗുരുക്കന്മാരാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ അമ്മമാർ കൂടെ ഇരിക്കുന്നത് പറയാണ്, നിങ്ങൾ വിചാരിച്ചാൽ ഹിന്ദു മതം ഒരിക്കലും നശിക്കില്ല. എത്ര കോടിക്കണക്കിന് രൂപ ഇറക്കിയിട്ട് എത്ര മിഷണറിമാർ പ്രവർത്തിച്ചാലും വീട്ടിൽ ധർമ്മബോധമുള്ളൊരു അമ്മയുണ്ടെങ്കിൽ നമ്മുടെ ധർമ്മം നശിക്കില്ല. അത് സത്യമാണത്, അല്ലേ? കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ ധർമ്മബോധത്തെ ഉറച്ചു നിർത്തുക. കാരണം ദേവതകൾ പലപ്പോഴും എൻ്റെ ജാതകം കാരണമെന്നറിയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന വിപരീതം അവർ കേൾക്കുന്നത്. ദുർവാസാവ് മഹർഷി ഒരിക്കൽ കൈലാസത്ത് പോയ സമയത്ത് ഈ മഹാഭാരതം വായിക്കണമെന്ന കാര്യം കണക്ട് ചെയ്യുന്നത് കേട്ടോ. മഹാഭാരതം വായിക്കണം എന്ന് പറയാൻ കാരണം പലർക്കും പല തെറ്റിദ്ധാരണയുണ്ട്. ഈ ഭാഗവതം മാത്രം കേട്ട് ഹിന്ദുക്കൾക്ക് പ്രമാണങ്ങൾ അറിയാതെ പോയി. മഹാഭാരതം പ്രമാണമാണ്, ഇതിഹാസമാണല്ലോ. മഹാഭാരതത്തിൽ അനുശാസന പർവ്വത്തിൽ ഈ ഭീഷ്മപിതാമഹൻ യുധിഷ്ഠിരന് യുദ്ധം ജയിച്ചല്ലോ. ഇപ്പോൾ ഓൾമോസ്റ്റ് യുദ്ധം ജയിച്ചു. അപ്പോൾ ഇനി എങ്ങനെ ഭരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ രുദ്രമാഹാത്മ്യം എന്നൊരു ഭാഗം വരുന്നുണ്ട്, രുദ്രമാഹാത്മ്യം. അപ്പോൾ അത് പറഞ്ഞു തരാൻ ഞാനല്ല യോഗ്യൻ, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പുള്ളി പറഞ്ഞു തരുന്നുണ്ട്. യുധിഷ്ഠിരൻ പോയി സംശയം ചോദിക്കുകയാണ് രുദ്രമാഹാത്മ്യത്തെപ്പറ്റി. അപ്പോൾ ഉടനെ കൃഷ്ണൻ പറയുകയാണ്, ഈ ദുർവാസാവുണ്ടല്ലോ, അയാൾ നടക്കുന്ന രുദ്രനാണ്. അയാളെ അപ്രീതിപ്പെടുത്തിയാൽ കുലം മുടിഞ്ഞു പോകും, അയാളെ പ്രീതിപ്പെടുത്തിയാൽ ഏത് യുദ്ധവും ജയിക്കാം. ഇങ്ങനെ ഉപായം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെയാണ് കൃഷ്ണൻ പറയുന്നത്, ഞാൻ പരമശിവൻ്റെ ശിഷ്യനായ നന്ദികേശൻ്റെ ശിഷ്യനായിട്ടുള്ള താണ്ഡ്യ മഹർഷി ശിഷ്യനായിട്ടുള്ള ഉപമന്യു മഹർഷിയുടെ ശിഷ്യനാണ് ഞാനെന്ന് ശ്രീകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത് അനുശാസന പർവ്വത്തിലാണ്. എന്നിട്ട് കൃഷ്ണൻ പറയുകയാണ്, ഞാൻ ശിവസഹസ്രനാമവും പഞ്ചാക്ഷരിയും ഉപമന്യുവിൽ നിന്ന് സ്വീകരിച്ച് സിദ്ധി വരുത്തി എന്ന് പറയുന്നു.
ഇത് ഭാഗവതക്കാർ നിങ്ങളോട് പറയില്ല കേട്ടോ, മഹാഭാരതം വായിക്കണം. അപ്പം ഇത് പറഞ്ഞപ്പോൾ ദുർവാസാവിനെ പറ്റിയൊരു കഥയാണ് പറയുന്നത്. ദുർവാസാവ് ഒരു തവണ, തന്ത്രത്തിൽ ഒരു കഥയുണ്ട് ഇങ്ങനെ. അത് ദുർവാസാവ് ഒരു തവണ ശ്രീ പരമേശ്വരിയെ, ലളിതാംബികയെ കാണാൻ വേണ്ടിയിട്ട് കൈലാസത്തിൽ പോയി. അപ്പോൾ ദേവി ഇങ്ങനെ ഇരിക്കുകയാണ്. തൊട്ടടുത്ത് ബാലാപരമേശ്വരി ഇരിക്കും. മകളുടെ സ്ഥാനമാണ് ബാലയ്ക്ക്. 9 വയസ്സുള്ള കുട്ടിയാണ്. ബാലാപരമേശ്വരി അടുത്തിരിക്കുന്നുണ്ട്. ലളിതാംബിക അവിടെ വലിയ ചിന്താമണി ഗൃഹത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ ദുർവാസ അങ്ങോട്ട് കടന്നു ചെന്നപ്പം ഋഷിയാണല്ലോ, മാത്രമല്ല രുദ്രാംശവുമാണ്. ഉടനെ ലളിതാംബിക എഴുന്നേറ്റ് നിന്നു. ആര്? ജഗജ്ജനനിയായ ലളിതാംബിക എഴുന്നേറ്റ് നിന്നു. ബാല മൈൻഡ് ചെയ്തില്ല, ബാല എണീറ്റില്ല. ഉടനെ ദുർവാസ അവന് കോപം വന്നിട്ട് ബാലയെ ശപിക്കുകയാണ്. നിൻ്റെ മന്ത്രം പഞ്ചാക്ഷരി സിദ്ധി വരുത്താത്തവന് സിദ്ധമാകാതെ പോട്ടെ എന്ന് ശപിക്കുകയാണ്. അമ്മമാർ ഫോണ് സൈലൻ്റ് ആക്കുന്ന ബട്ടൺ പഠിക്കണം. അമ്മമാർ ഫോൺ ബാഗിൽ വെക്കുന്ന ഷഡാധാര പ്രതിഷ്ഠ പോലെയാണ്, അടിയിലാണ്. എന്നിട്ട് ഇത് ഫോൺ അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കേട്ട്, പൂജാരിയും കേട്ടിട്ടാണ് ഇത് കൈ കിട്ടുക. അത് കുറച്ച് മേലെ, ഒന്നല്ലേ നിങ്ങൾ മേലെ വെക്കണം. ഇത് മറ്റേ രത്നം ഇടുമല്ലോ വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ, അതുപോലെ വെക്കുന്നത്. അതിൻ്റെ മുകളിൽ പിന്നെ RC ബുക്ക്, മറ്റേത് റേഷൻ കാർഡ്, മറിച്ച് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ തപ്പിയെടുക്കണ്ട. അതുകൊണ്ട് മേലെ വെക്കണം, അല്ലെങ്കിൽ സൈലൻ്റ് ആക്കണം. ശരി. അപ്പോൾ ഒരു ദുർവാസാവ് ശപിക്കുകയാണ്, ബാലയെ ശപിക്കുകയാണ്. ബാലയെ, നിൻ്റെ മന്ത്രം ശിവമന്ത്രം സിദ്ധിയാക്കാത്തവന് സിദ്ധമാവാതെ പോട്ടെ എന്ന് പറയുകയാണ്. ബാല ദുർവാസാവിനെയും തിരിച്ച് ശപിച്ചു എന്നാണ് അതിൽ പറയുന്നത്. എന്തിനവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മ, ഞാൻ അമ്മയുടെ അടുത്ത് പല അടവും ഇറക്കിയിട്ടുണ്ട് അമ്മ ആരാണെന്നറിയാൻ. അപ്പം നമ്മുടെ സന്യാസിമാരൊക്കെ ഒരു കാലത്ത് പണ്ട് ഇത് തന്നെയായിരുന്നു ഒരു പരിപാടി. ഇത് ആരാണ്? രാമകൃഷ്ണദേവനാണോ, ശാരദാദേവിയാണോ, അതോ നമ്മുടെ മഹാനായ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ ശിഷ്യയാണോ? പല പല പ്രചരണങ്ങൾ ആ കാലത്തുണ്ടായിരുന്നു. മാത്രമല്ല ആശ്രമത്തിൽ ആ സമയത്തൊക്കെ സത്യസായിബാബയുടെ വരെ ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ പലർക്കും പല സംശയമാണ്, ഇത് ആരാണ് അമ്മ. ഊട്ടൂരുണ്ണി നമ്പൂതിരിപ്പാടിന് പോലും പല സംശയം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ ഇടയ്ക്ക് ശാരദാദേവിയെ പോലെ പെരുമാറുന്നു, ഇടയ്ക്ക് രാമകൃഷ്ണനെ പോലെ പെരുമാറുന്നു, അമ്മ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അതൊന്നും മറുപടി കൊടുക്കാതെ പോവാണ് പതിവ്. ഒരു തവണയോ മറ്റോ എനിക്ക് തോന്നുന്നു ഓട്ടൂരിന് ദർശനം കൊടുത്ത് കാണും. കാരണം അല്ലെങ്കിൽ രഥോത്സവ ചലത് കന്യാകുമാരി മർത്യമൂർത്തയെ നമെന്ന് മന്ത്രം എഴുതാൻ പറ്റില്ല. കുറിപ്പാകെ അത് ആ ഒരു പർട്ടിക്കുലർ ഡിയറ്റിയെ കണ്ടുപിടിക്കണമെങ്കിൽ അമ്മ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ പറ്റില്ല. ഒരാൾക്ക് വേണമെങ്കിൽ അറിയപ്പെടുന്ന ലളിതാ സഹസ്രനാമത്തിലെ പല ദേവതകളാണോ എന്ന് വിചാരിച്ച് എഴുതാം. അങ്ങനെയല്ല എഴുതിയത്, പ്രത്യേകമായിട്ട് കന്യാകുമാരിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്. അതേപോലെ തന്നെ ഭൃഗുക്ഷേത്ര സമുന്മീലത് പരദേവത തേജസേതമാന്നുണ്ട്. അപ്പോൾ അത് കൊടുങ്ങല്ലൂർ അമ്മയെ പറ്റിയാണ്. ഭൃഗുക്ഷേത്രം കേരളമാണ്. ആ കേരളത്തിൻ്റെ അധിഷ്ഠാന ശക്തി എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്മയാണ്. അപ്പോൾ അതാണോ? അപ്പോൾ ഇങ്ങനെ പല സംശയമുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് 2019 ശബരിമല ആ സമയത്താണ്, 2018-19 ആ സമയത്ത് ഞാൻ നവംബറിൽ ഒരിക്കൽ ദർശനം തപ്പപ്പോൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ അമ്മയുടെ ആ മന്ത്രം എന്താണ്, അമ്മയെ തൃപ്തിപ്പെടുത്തുന്ന മന്ത്രം എന്താണ്. അപ്പം ഇത് എൻ്റെ മനസ്സിൽ ഈ ചോദ്യമുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ എന്നെ വഴക്ക് പറയും. കാരണം നമുക്ക് താല്പര്യമില്ല അങ്ങനെ പറയാം. അമ്മയെപ്പറ്റി പുകഴ്ത്തി പറയുക, അമ്മയെ മഹത്വവൽക്കരിച്ച് പറയാമെന്ന് നമ്മൾ ചെയ്യാറില്ല. അപ്പം ഞാൻ അടുത്ത് പോയിരുന്നു, അവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു. അപ്പോൾ തുര്യാമൃതാനന്ദ ഒരു സ്വാമി വന്നു. എനിക്ക് ഭയങ്കര അസൂയുള്ളൊരു സ്വാമിയാണ് അദ്ദേഹം. കാരണം പേന എടുത്ത കവിതയാണ്. നമുക്കാണെങ്കിൽ ഒരു കവിത വരണമെങ്കിൽ ആലോചിച്ചിരിക്കണം. എന്നാലും വരുന്നൊന്നും കൃത്യമായിരിക്കില്ല, ഒക്കെ ചാവിള്ളയായിരിക്കും. തുര്യാമൃത സ്വാമി ചുമ്മാ പെണ്ണെടുത്തും കൊണ്ട് എഴുതിയാൽ മതി, കവിത വന്ന് നിറയുകയാണ്. അപ്പം എനിക്ക് അദ്ദേഹത്തോട് അനൽപമായ അസൂയുണ്ട്. വലിയ സ്വാമിയുടെ അസൂയുണ്ട്, പക്ഷെ പിടിച്ചാൽ കിട്ടാത്തതുകൊണ്ട് നമുക്ക് അസൂയപ്പെട്ടൊരു കാര്യമില്ല. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കാരണം നമ്മൾ ആ കവിതയുടെ അസുഖമുണ്ട്, പുള്ളിയുടെ അത്ര മൂർച്ഛിച്ചിട്ടില്ലെന്ന് മാത്രം. അപ്പോൾ ഈ പുള്ളിയുടെ കവിതയൊക്കെ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ പദങ്ങൾ വരുന്നത്, ഒരു ശബ്ദം അടുത്ത ശബ്ദം ഇങ്ങനെ ഘടിതമായി വരണ്ടേ. ജീവിതമെന്നും ശോഭനമാക്കും, അങ്ങനെയൊക്കെ ഒരു ഈണത്തിന് എഴുതിയാലും അല്ലെങ്കിലും അത് ഈണത്തിൽ നിൽക്കും. അതുപോലെ അമൃതധാരയുടെ എല്ലാ പുസ്തകങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഒരൊറ്റ ശ്ലോകം പോലും ഒഴിവാക്കാനില്ല. അത് എന്ത് തരം വാഗ്സിദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രഭാഷണം ചെയ്യുമ്പോൾ ഒന്നും അത്ര ആകർഷണം തോന്നാറില്ല. എഴുതിയാൽ അതൊരു വല്ലാത്ത അനുഭവമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വളരെ കഠിനമായ അസൂയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഇടയ്ക്ക് കയറി വന്നു. ഞാൻ നിൽക്കുന്നതിൻ്റെ നടുവിൽ അമ്മയുടെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ കാര്യമോ കക്കൂസിൻ്റെ കഥ മാറ്റി വെക്കുന്ന കാര്യമൊക്കെയാണ് ഈ വലിയ കവികൾ അവിടെ ചർച്ച ചെയ്യുന്നത്.
അമ്മയെടുത്ത്. അമ്മ ആ സ്കൂളിൻ്റെ കഥകൾ മാറ്റി വെച്ചില്ല. അപ്പം അമ്മ 2 ചീത്ത പറയുന്നവരെ അങ്ങനെയാണ്. അപ്പം ഞാൻ അടുത്ത് നിന്നിട്ട് എൻ്റെ മനസ്സിലൊരു ഐഡിയ. അപ്പോൾ ഞാൻ അമ്മയോട്, അമ്മേ, കാരണം എൻ്റെ മനസ്സിൽ എന്തറിയാം, ഇദ്ദേഹമാണ് അമ്മയ്ക്ക് മാതാ അമൃതാനന്ദമയി ദേവി എന്ന് പേരിട്ടത്, അതെനിക്കറിയാം. അപ്പം അതിൽ പിടിക്കാം. അപ്പം ഞാനത് പറയണം എന്നോർത്ത് ഇങ്ങനെ ഡയലോഗ് മനസ്സിൽ രൂപപ്പെടുത്തുകയാണ്. അമ്മ ഇദ്ദേഹത്തോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് പെട്ടെന്ന് എന്നെ നോക്കിയിട്ട് പറയാം, എടാ മോനെ, ഇവനാണ് എനിക്ക് പേരിട്ടതെന്ന്. അപ്പം ഞാനൊന്നും എക്സ്പ്രഷൻ കാണിക്കാതെ ഇരിക്കുക ഗുരുവിൻ്റെ മുമ്പിൽ, മനസ്സിലായി, ഒന്നും കാണിക്കാതെ അതെ അമ്മ എനിക്കറിയാം. അപ്പം അമ്മ അടുത്ത വാക്ക് പറയാണ്, അതെങ്ങനെ ഇട്ടെന്ന് നിനക്കറിയുമോ? അതറിയില്ല. അമ്മ കുറച്ചുകൂടെ അടുത്തേക്ക് തല കൊണ്ട് മെല്ലെ പറയുകയാണ്, എനിക്ക് 9 അക്ഷരമാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പിടികിട്ടി. ഏത് തന്ത്രത്തിൽ നവാക്ഷരിയുണ്ട്, ഏത് ദേവി മഹാത്മ്യത്തിൽ നവാക്ഷരിയുണ്ട്. പക്ഷേ അതും വലിയ കള്ളത്തര. ദേവി മഹാത്മ്യത്തിലുള്ള നവാക്ഷരി 1, അനേകം നവാക്ഷരികളുണ്ട്. ഇപ്പോൾ വടക്ക് മലബാറിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നൊരു നവാക്ഷരിയുണ്ട്. കാലസംഘർഷണി എന്ന് പറയുന്ന ഈ 16 കാളികളിൽ ഏറ്റവും ഉയർന്ന കാളിയാണ് കാലസംഘർഷണി. കാലസംഘർഷണിയുടെ മന്ത്രം 9 അക്ഷരമാണ്. അതിന് നവാക്ഷരി എന്നാ പറയുക. അപ്പോൾ ആ മന്ത്രം എൻറ്റയർലി ഡിഫറെൻറ്റ് മന്ത്രമാണത്. തിരുമാന്താംകുന്ന് രുരുജിത് വിധാനത്തിൽ പൂജിക്കപ്പെടുന്ന ഭദ്രകാളിയുടെ മന്ത്രമാണ് 9 അക്ഷരം. തിരുമാന്താംകുന്ന്, അതുപോലെ പിഷാരികാവ്, വിഷഹാരികാവാണ്, അതുപോലെ മാടായിക്കാവ്, മാമാനത്ത് തുടങ്ങിയ വലിയ മഹാക്ഷേത്രങ്ങളുണ്ട് രുരുജിത്തിലുള്ള ഭദ്രകാളി. ദാരികവധം ചെയ്യുന്ന കാളി, അതിനും 9 അക്ഷരം. എന്തിനു പറയുന്നത്? ബാലയ്ക്ക് 9 അക്ഷരം. ബാലയ്ക്ക് 3, 6, 9 ഇങ്ങനെയാണ്. സന്യാസിമാർ 3, സിദ്ധന്മാർ 3, ഗൃഹസ്ഥർ 6 ആണ് പ്രയോഗിക്കുക. വേറൊരു തരത്തിലുള്ള ആളുകൾ, മഹാകവികളൊക്കെ ഉപാസിക്കുന്നത് ബാലയുടെ 9 അക്ഷരമാണ്. അപ്പോൾ അതിൽ ഞാൻ പഠിച്ചു. കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു കവിയാണ്. അപ്പോൾ ഞാൻ അതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സംശയം, ബാലയുടെ മന്ത്രമാണോ അമ്മയുടെ മന്ത്രം എന്ന് സംശയം ഉണ്ടായി. അപ്പോൾ അത് ആ ഓൺ ദ സ്പോട്ട് അമ്മയുടെ അത് റീഡാവുകയാണ് മൈൻഡ്. എന്നിട്ട് അതിനൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്, ഇവനാണ് എനിക്ക് പേരിട്ട്. അപ്പോൾ 9 അക്ഷരം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് മന്ത്രങ്ങളാണ് ആലോചിക്കുന്നത്. അപ്പം അമ്മ ഉടനെ പറയാണ്, സുധാമണി SUDHAMANI. ഞാൻ വിചാരിച്ചു എന്തൊരു കള്ളത്തരമാണ്. വളരെ നമ്മളെ അങ്ങോട്ട് മറക്കുകയാണല്ലോ, മായയാണല്ലോ, മായ മൂടുകയാണ് നമ്മളെ. ഒരു നിമിഷം തുറന്ന് കാട്ടിയിട്ട് ഉടനെ മൂടുകയാണ്. യുടെയും ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ ഒരു പ്രത്യേകതരം അമൃതാനന്ദമയ ദേവിയുണ്ട്, ഇല്ലേ? ഒരാളാണെങ്കിലും അത് പല കുടങ്ങളിലെ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ പല തരത്തിലാണ് അനുഭവപ്പെടുന്നത്. എനിക്കൊരു പ്രത്യേകതരം ബന്ധമാണ്, കുരുത്തംകെട്ട ബന്ധമാണ് എൻ്റെത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മയോട് എങ്ങനെ ആദരിച്ച് പെരുമാറണം എന്നറിയില്ല. ദർശനം കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ വിചാരിക്കും, ഇങ്ങനെ ഒന്നും വായാടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, മിണ്ടാതെ നിന്നാൽ പോരെ, എന്തിനാണ് വെറുതെ വർത്തമാനം പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ. അമ്മയോട് അതും ഇതൊക്കെ ഞാൻ പറയും. അങ്ങനെ അധിക പ്രസംഗം അമ്മയോട് പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കർമ്മം അങ്ങനെ ആയിരിക്കും, ഞാനും അമ്മയും നമ്മുടെ ബന്ധം അതായിരിക്കും. ഈ കഴിഞ്ഞ കൊറോണ വരുന്നതിന് മുമ്പ് 2019 അല്ലേ, 2020 ഫെബ്രുവരി അവസാനമാണ് ഇറ്റലിയിൽ നിന്നൊരു കുടുംബം കേരളത്തിൽ വന്നിട്ട്. സാധാരണഗതിയിൽ നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്ത് എന്താ 2 ദിവസം വിശ്രമിച്ചിട്ടല്ലേ ബന്ധുക്കളെ കാണുമ്പോൾ, ഇവന്മാർ വന്നിട്ട് കേരളത്തിൽ കാസർഗോഡ് വരെയുള്ള ബന്ധുക്കളെ കാണാൻ പോയി. രോഗം പരത്തണം എന്ന് തന്നെ അല്ലേ. എന്നിട്ട് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് ചേട്ടാ സുഖം, എല്ലാവരും കൈ കൊടുത്തിട്ട് ഓട്ടോറിക്ഷക്കാർക്കും. അങ്ങനെയാണ് ഈ രോഗം ഇവിടെ വന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. കർണാടകയിലെ മുഖ്യമന്ത്രി ആയിരുന്ന യെദ്യൂരപ്പ, അദ്ദേഹം അറിയാമല്ലോ, യെദ്യൂരപ്പ. അദ്ദേഹം ഈ വടക്കേ മലബാറിലെ മാടായിക്കാവ് എന്ന് പറയുന്ന ക്ഷേത്രമായിട്ട് വളരെ ബന്ധമാണ്. കണ്ണൂർ പഴയങ്ങാടിയിൽ ആ മാടായിക്കാവിൻ്റെ പ്രത്യേകതയുണ്ട്. കേരളത്തിലെ 7 രാജസ്വരൂപങ്ങൾ, തിരുവനന്തപുരത്ത് അടക്കം 7 തിരുവിതാംകൂർ രാജകുടുംബം അടക്കം 7 രാജസ്വരൂപങ്ങളുടെയും കുലദേവതയാണ്. മറ്റ് ക്ഷേത്രദേവതകൾ പോലെ അല്ല. ഇപ്പോഴും ഇവിടുത്തെ തമ്പുരാക്കന്മാരുടെ തമ്പുരാട്ടിമാരുടെ പതക്കത്തിൽ മാടായിക്കാവിൽ അമ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാ രാജസ്ഥാന സ്വരൂപങ്ങളുടെയും അധിഷ്ഠാന ദേവതയാണ് ആര്? മാടായിക്കാവിൽ അമ്മ. പ്രത്യേകതയുള്ള ദേവതയാണ്, രുരുചിത്തിലുള്ള ദേവതയാണ്. ഞാൻ ഈ പറഞ്ഞ കാലസംഘർഷിണിയാണ്. അപ്പോൾ ആ ദേവതയ്ക്ക് വലിയ വിശ്വാസമാണ് ആർക്ക്? യെദ്യൂരപ്പയ്ക്ക്. യെദ്യൂരപ്പ ഇപ്പം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന കേസ് വന്നപ്പോൾ തലേന്ന് പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങിയിട്ട് എവിടെ പൊന്തി? പഴയങ്ങാടി പൊന്തി. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മയ്ക്ക് അതും ഇതൊക്കെ ഓഫർ ചെയ്തു, ഞാൻ ആനയിൽ ഇറക്കിയിരുത്ത് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അവിടെ അന്നദാന മണ്ഡപം കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു. പുള്ളി കെട്ടിക്കൊടുത്ത് ഇപ്പോഴുണ്ട് 4, അതിൻ്റെ പേരുന്ന അമൃത എന്തുകൊണ്ടാണ് പുള്ളി പേരിട്ടത്. 4 നില കെട്ടിക്കൊടുത്തു പുള്ളി.
പുള്ളി ആ കേസിൽ നിന്ന് പൂർണ്ണമായിട്ട് ഊരിപ്പോരുകയും ചെയ്തു. അതിനുശേഷം ഭയങ്കരമായ ഭക്തിയെ പുള്ളിക്ക് അമ്മയോട്, മാടായിക്കാവിലെ അമ്മയോട്. അപ്പോൾ ആ ദിവസം പുള്ളി 2019 നവംബറാണ് ഞാൻ പറയുന്നത്, പുള്ളി ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് പത്മനാഭസ്വാമിയെ കണ്ടു. അപ്പോൾ ഇവിടെ കുറച്ച് പൊതിച്ചോറ് ആളുകൾ പുള്ളിയുടെ വണ്ടിക്ക് കല്ലറയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് പുള്ളി വടക്കോട്ട് പോയി മാടായിക്കാവിലെ അമ്മയെ കാണാൻ. അപ്പോൾ അതിഭീകരമായ സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ വണ്ടി ഇന്നോവ കാറിൻ്റെ മേലേക്ക് വലിയൊരു ഒലക്ക കൊണ്ട് ഒറ്റ അടിയാണ് ഈ ഇവന്മാർ. അങ്ങനെ ചെയ്തിട്ട് പുള്ളിക്ക് അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്പലത്തിലേക്ക് പോകാൻ പറ്റാത്ത പോലെ ആയിപ്പോയി. പുള്ളി പകുതി വെച്ച് മാനേജറെ വിളിച്ച് പറഞ്ഞ് തിരിച്ചുപോയി, കരഞ്ഞോണ്ട് തിരിച്ചുപോയി. ആര്? യെദ്യൂരപ്പ. അപ്പോൾ അവിടുത്തെ മാനേജർ നാരായണ മോസ് എന്ന് പറഞ്ഞ ആളാണ്, എന്നോട് വലിയ ബന്ധമുള്ള ആളാണ്, വളരെ സ്നേഹമാണ്. പുള്ളി എന്നെ വിളിച്ചു അന്ന് വൈകിട്ട് ഒരു 7:30 മണിയോടെ എന്നെ വിളിച്ച് പറഞ്ഞു, എന്തോ ഒരു മനസ്സിന് സ്വസ്ഥത കിട്ടുന്നത്, എന്തോ ഒരു ദോഷം നമുക്ക് വരാൻ പോകുന്നതായി തോന്നുന്നു. അത്രയും നല്ലൊരു ഭക്തനെ ദർശനം കൊടുക്കാതെ ഈ കേരളത്തിൽ നിന്ന് അടിച്ച് പറപ്പിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ എനിക്കറിയില്ല, മാടായിക്കാവിലെ അമ്മ 7 രാജസ്വരൂപങ്ങളുടെ അമ്മയാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല ക്ഷേത്രങ്ങൾ പോലും ചിലപ്പം തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ഉടനെ ഓസ്ട്രേലിയയിൽ കാട്ടുതീ, ഒരുത്തൻ്റെ എന്തോ വിക്രിയാണ്, കാട്ടുതീ പരത്തിയിട്ട് 50 ലക്ഷം മൃഗങ്ങളാണ് വെന്തു മരിച്ചത്. അതിൽ ഹൃദയഭേദകമായൊരു ഫോട്ടോ വന്നത്, ഒരു കരടി കുഞ്ഞ് അതിൻ്റെ അമ്മ നിന്നിങ്ങനെ കത്തുന്ന കാണുന്നൊരു ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അത് കണ്ടാൽ സഹിക്കില്ല നമ്മൾ. ഒരു കരടി കുഞ്ഞ് കാടിങ്ങനെ കത്തുകയാണ്, അതിൽ അവൻ്റെ അമ്മ നിന്നിങ്ങനെ കത്തി പടരുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ സഹിക്കാൻ പറ്റിയില്ല, വളരെ വിഷമമായിപ്പോയി. അപ്പോൾ ഞാൻ വള്ളിക്കാവിൽ വന്നു, അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു, അമ്മേ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അമ്മ ഉടനെ പറഞ്ഞ എന്തെന്നറിയുക, തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയാണ്, മനുഷ്യൻ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അമ്മ പറഞ്ഞ വാക്കാണ്. ഓ മോനെ, ഈ കർമ്മമൊക്കെ എവിടെ കൊണ്ട കളയും? മിണ്ടാപ്രാണികളെ ഇങ്ങനെ ക്രൂരമായി വേദനിപ്പിക്കുന്നതിന് മനുഷ്യൻ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേ സമയത്താണ് നടന്നത്. വിവേക ചൂടാമണിയിൽ ആചാര്യ ഭഗവത് പാദർ ശ്രദ്ധയെ നിർവചിച്ചിട്ടുണ്ട്. ശ്രദ്ധ ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും പിൻപറ്റലാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിലൊരു കറക്റ്റായിട്ടതെനിക്ക് മനസ്സിലായിട്ടില്ല ആ സമയത്ത് വിവേക ചൂടാമണിക്ക് ശൃംഗേരിയിലെ ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യം ഞാൻ വായിക്കുന്നുണ്ട്. സംസ്കൃതമാണ്. അതും എനിക്ക് തൃപ്തിയായില്ല. അവരൊക്കെ മഹാന്മാരാണല്ലെന്ന് ഞാൻ പറയില്ല, അവരൊക്കെ മഹാപുരുഷന്മാർ തന്നെയാണ്. പക്ഷേ എന്തോ എനിക്കതങ്ങോട്ട് കൃത്യമായിട്ട് ആ ഡെഫിനിഷൻ കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഈ രാത്രി വളരെ വൈകി വായിച്ചിട്ട് 2 മണി, ആ സമയത്ത് ഞാൻ PhD ചെയ്യാൻ വേണ്ടി ചേർന്ന സമയമാണ്, 2:30-3 മണിയൊക്കെ കിടന്നുറങ്ങാൻ. അതൊന്ന് മാച്ച് ചെയ്യാൻ വേണ്ടി, അതൊന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കിടന്നുറങ്ങും. ഞാൻ ഒരു 3 മണിക്കൊക്കെ കിടന്നാൽ ഒരു 4 മണി വരെ ഉറങ്ങും. ഇപ്പം 3 മണിക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഭ്രൂമധ്യത്തിൽ നമ്മുടെ അമ്മയുടെ പാദം ധ്യാനിച്ചിട്ട് ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ആ പാദത്തിൽ സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കും. ശാസ്ത്ര വിഷയമാവാം, മറ്റു എന്തെങ്കിലും ആവാം. ഞാൻ ഈ CID പണിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ആ പാദങ്ങൾ. ആരെങ്കിലും കൂട്ടുകൂടാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അയച്ചാൽ ഞാൻ അമ്മയോട് ചോദിക്കും, ഇവൻ ആരാണ്, ഇവൻ എന്താണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഞാൻ ചോദിക്കും അമ്മയോട്. അത്രയും അമ്മയോട് എല്ലാം പറയും. അപ്പോൾ ഞാൻ ശ്രദ്ധയുടെ അർത്ഥം എന്താണ് അമ്മേ എന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് കിടന്നപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിന് ഒരു പഞ്ഞമില്ല, ഒരു അഷ്ടാവം പോലെ സ്വപ്നമാണ്. ആർക്കും വേണേൽ ഞാൻ തരാം, അത്രയും സ്വപ്നമുണ്ട്, യാഥാർത്ഥ്യം കുറവാണ്. അപ്പോൾ ഞാൻ കാണുകയാണ്, ഏതോ അമേരിക്കയിലെ ഏതോ ഒരു വലിയ പുൽത്തകടിയുള്ളൊരാശ്രമം. അമ്മ അവിടെ ഭജനയൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പം ഞാൻ പിന്നാലെ പോവുകയാണ്, 3 ആൾ പിന്നിൽ ഞാൻ നിൽക്കുകയാണ്, നടന്നുകൊണ്ട് പോവുകയാണ്. പെട്ടെന്ന് അമ്മ തിരിഞ്ഞിട്ട് ഗൗരവത്തിൽ എന്നെ നോക്കിയിട്ട്, എടാ, ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ പാരമ്യമാണ് ശ്രദ്ധ. ഒറ്റ വാക്കാണ്, അത് ഒറ്റ ഫ്ലോ ആണ്. ഞാൻ വിറച്ചു, കാരണം ആ നോട്ടം ശരിക്കും ദക്ഷിണാമൂർത്തി രൂപിണിയാണെന്ന് ലളിതാ സഹസ്രനാമത്തിലുണ്ടല്ലോ. പൊതുവേ ക്ഷേത്രപ്രതിഷ്ഠയിൽ പറയും ദക്ഷിണാമൂർത്തിയുടെ ഭാര്യ ജ്ഞാനപ്രസൂനാംബികയാണെന്ന്. ദക്ഷിണാമൂർത്തി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ആ അമ്മയാണ്. അപ്പം അമ്മ ഉടനെ അതൊരൊറ്റ ലൈനാണ്, എടാ, ഗുരുശിഷ്യ പാരസ്പര്യം മീൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധം, സേവ, പരിപ്രശ്നം. അത് ഗീതയെ പറയുന്ന പോലെ ഗുരുവുമായിട്ട് അടുത്തടുത്ത് ഒരേ മണ്ഡലത്തിൽ സഞ്ചരിക്കണം, സേവിച്ചുകൊണ്ടിരിക്കണം. ആ പാരസ്പര്യം കറക്റ്റായ ട്യൂണിങ്, നമ്മുടെ അഹന്ത ഇല്ലാതായിട്ട് ഒരു ട്യൂണിങ് വരുന്നതാണ് പാരമ്യം. ആ ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെ പാരമ്യമാണ് ശ്രദ്ധ. പിന്നീട് ഞാൻ നമ്മുടെ കൃഷ്ണാമൃത പ്രാണ അമ്മ എഴുതിയൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. ഒരു ദിവസം അമ്മ, എടീ കൈ കഴുകാൻ വെള്ളം എടുക്കടി എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ കൈ കഴുകണം പോയിട്ട്. അമ്മയ്ക്ക് കൈ കഴുകാമെന്നാണ് അവർ ചിന്തിക്കുന്നത്.
അതാണ് പാരസ്പര്യം എന്ന് പറയുന്നത്. ഗുരു തന്നെ താൻ തന്നെ ഗുരു എന്നൊക്കെ തോന്നുന്ന, അതൊന്നുമല്ല, ഒരു അനുഭവം വരുന്ന ഘട്ടം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ ഞാൻ അതിന് മുമ്പോ ശേഷമോ ഒരു ശാസ്ത്ര ഗ്രന്ഥത്തിലും ഒരു വ്യാഖ്യാനത്തിലും വായിച്ചിട്ടില്ല. അപ്പോൾ ഏതൊരു കാര്യം, ഇപ്പോൾ സൗന്ദര്യലഹരി ഞാൻ ഒത്തിരി ക്ലാസ് എടുത്തു, ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു. ഈ സൗന്ദര്യലഹരിയോട് അമ്മയ്ക്ക് എന്തോ ഒരു പ്രത്യേക പ്രതിപത്തി ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് പലപ്പോഴും അമ്മ അതുകൊണ്ട് നല്ല അനുഭവങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. സൗന്ദര്യലഹരി പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ലക്ഷ്മീധര വ്യാഖ്യാനമൊക്കെ നോക്കുമ്പോഴും അതിലില്ലാത്ത ചില ഐഡിയാസ്, ഇപ്പം ട്രഡീഷണൽ വ്യാഖ്യാനങ്ങളിലില്ലാത്ത ചില സൂക്ഷ്മം ആയിട്ടുള്ള വശങ്ങൾ അമ്മ എനിക്ക് പലപ്പോഴും സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വളരെ ഗുണം ചെയ്തിട്ടുമുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പം ഇങ്ങനെ ജ്ഞാനവും പ്രേമവും നമ്മളെ ഊട്ടുന്ന, അത് സൗന്ദര്യലഹരി തന്നെ ഉണ്ട്. എന്താണ്? തവസ്തന്യം മന്യേ ധരണിധര കന്യേ ഹൃദയത പയ പാരാവാര പരിവഹതി സാരസ്വതമിവ. അതായത് അവിടുത്തെ മുലപ്പാൽ, രണ്ട് മുലകളാണ്, ഒന്ന് ജ്ഞാനം കൊടുക്കുന്നതും ഒന്ന് പ്രേമം കൊടുക്കുന്നതുമാണ്. തവസ്തന്യം മന്യ, അവിടുത്തെ സ്തന്യം, അവിടുത്തെ മുലപ്പാൽ എന്താണെന്ന് എനിക്കറിയാം. എന്താണ്? വേദങ്ങൾ ആറ്റിക്കുറുക്കിയ ജ്ഞാനമാണ് സാരസ്വതം. വൈദിക ഋഷിമാരനുഭവിക്കുന്ന സരസ്വതിയുടെ അനുഭവമാണ്, ഗുപ്താനുഭവമാണ്. അതുകൊണ്ടാണ് ഗുപ്ത നദി എന്ന് വിളിക്കുന്നത്. ഗുപ്താനുഭവമാണ് സാരസ്വതം. അതാണ് പറയുന്നത്. എന്താണ്? ഹൃദയത പയഃ പാരാവാര പരിവഹതി സാരസ്വതമിവ. അമ്മയെ അവിടുത്തെ ഹൃദയത്തിൽ ഉള്ള സാരസ്വതത്തിൻ്റെ പായസമാണ്, അല്ലെ സ്തന്യം, അല്ല പാലാണ്. സാരസ്വതമാകുന്ന നറുംപാലാണ് അമ്മ തരുന്നത്, കവിത്വം തരുന്ന പാലാണ്. അതിൽ ദ്രവിഡ ശിശുരാസ്വാദ്യ തവയത് എന്ന് പറയുന്നത്, ആ ദ്രവിഡ ശിശു ശങ്കരാചാര്യാണെന്നും പറയുന്നുണ്ട്, തിരുജ്ഞാന സംബന്ധനാണെന്നും പറയുന്നുണ്ട്. തമിഴ്നാട്ടിലെ തിരുജ്ഞാന സംബന്ധർ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ അമ്പലത്തിലോട്ട് കൊണ്ടുപോയി, അച്ഛൻ പറഞ്ഞു അവിടെ അടങ്ങിയിരുന്നോളം പറഞ്ഞിട്ട് കുളിക്കാൻ, ഈ അഘമർഷം ജപിക്കാൻ പോയി. അപ്പോൾ കുട്ടിക്ക് പേടിയായി, ഇരുട്ട് മാറിയിട്ടില്ല. കുട്ടി പേടിച്ചിട്ട് അപ്പാന്ന് വിളിച്ചപ്പോൾ അകത്തുനിന്ന് വലിയപ്പൻ വന്നാലേ, നമ്മുടെ വലിയപ്പൻ കാളപ്പുറത്ത് വന്ന് അമ്മയോട് കൂടെ വന്നിട്ട് പറഞ്ഞു കൊച്ചിന് പാൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ദേവി എന്ത് ചെയ്തു? ഒരു കിണ്ണത്തിലേക്ക് മുലപ്പാൽ പിഴിഞ്ഞ് കൊടുത്ത് കൊച്ച് പാൽ കുടിച്ചു. അച്ഛൻ കയറി വരുമ്പോൾ കൊണ്ട് മുലപ്പാൽ മുഖത്ത്. പന്നൊക്കെ എങ്ങനെ വെച്ചാൽ പാല് മാറി കുടിച്ചാൽ ജാതി മാറുന്നതാണ്. അച്ഛൻ വടിയെടുത്ത് അടിക്കാൻ പോയി. ആരുടെ നിനക്ക് പാൽ തന്നെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി തോടുടയ ചെവിയൻ എന്നൊരു കൃതി അങ്ങ് കവിത പാടുകയാണ്. 3 വയസ്സിലേ. ചെവിയിൽ വലിയ തോടയിട്ട ഒരാൾ വലിയൊരു വെളുത്ത കാളമേല വന്നു. നല്ല സുന്ദരിയായ ഒരു അമ്മയുണ്ടായിരുന്നു, അവരാണ് പാൽ എന്ന്. 10, അതാണ് തോടുടയ 10. തമിഴ് നായനന്മാരുടെ ഏറ്റവും വലിയ സാഹിത്യത്തിൽ ഒന്നാണ് തോടുടയ 10. അത് കുഞ്ഞായിരിക്കുന്ന തിരുജ്ഞാന സംബന്ധരുടെയാണ്. അപ്പോൾ ആ ദ്രവിഡ ശിശു എന്ന് പറഞ്ഞ് ആരാണ് ദേവിയുടെ മുല കുടിച്ചിട്ട് കവിയായത്, അവൻ എല്ലാ കവികളെയും വെല്ലുന്ന കവിയാകുന്നു എന്നാണ്. ഒരു തുള്ളിയെങ്ങാൻ പരയുടെ പാല് അത് നാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുണ്ട്. പരയുടെ പാല് നുകർന്നവനുണ്ടല്ലോ, 10,000 നൂറ്റാണ്ട് ഒരു നൊടിയായിട്ട് തീരുന്നതാണ്, സമയത്തിന് അതീതമായിട്ട് പോകുന്നതാണ്. നാരായണ ഗുരുസ്വാമിയും ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രം, ബാല ചേർന്നിരിക്കുന്ന സുബ്രഹ്മണ്യ മന്ത്രം സിദ്ധിയാക്കിയ ആളാണ്. അതുകൊണ്ട് കവിത ഇങ്ങനെ ഒഴുകുകയാണ്. ചട്ടമ്പി സ്വാമികൾ കവിത ഒഴുകുകയാണ്. അതുപോലെ കാളിദാസൻ പറയണ്ടല്ലോ, ഇവരെല്ലാം ഇവരെല്ലാം ഈ ദേവിയുടെ മുലപ്പാൽ എങ്ങനെയോ നമ്മളും അതേ ഒരു തുള്ളി ആസ്വദിക്കാൻ പാകമാവട്ടെ ഏതെങ്കിലും ജന്മത്തിലെന്ന് അമ്മയോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം, 1 മണിക്കൂറല്ല, 1 മണിക്കൂർ 10 മിനിറ്റായി. അമ്മയുടെ ആ പ്രേമം, ആ പ്രേമരസം ഒരു നിമിഷം നുകരാൻ എനിക്കും സാധിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അങ്ങനെ നുകർന്ന് വലിയ കവിയായ തുര്യാവൃതാനന്ദപുരി സ്വാമി ഇപ്പോൾ ആൾക്കാരോടുള്ള അനൽപമായ അസൂയ മറച്ചു വയ്ക്കാതെ, എന്നുവെച്ചാൽ തപ്തമാനസമുള്ളിലേന്തും ദുഃഖസാഗരം എൻ്റെ സ്വന്തം പ്രേമസാഗര രാജ്ഞി നീയൻ അമ്മയെല്ലെന്ന് ഓതിടല്ലേന്നാണ്. അതൊക്കെ അങ്ങനെ എഴുതണമെങ്കിൽ എത്രത്തോളം കവിത്വം തുളുമ്പി നിൽക്കുകയാണ്. അതെങ്ങനെ വന്നു? അമ്മയുടെ ഈ പരയുടെ നറുമ്പാൽ ഗുപ്തനദിയായി ഉള്ളിൽ ഒഴുകുന്നുണ്ട് എല്ലാവരുടെയും. അത് അല്പമെങ്കിലും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കും പ്രേമവും ജ്ഞാനവും തന്ന അമ്മ ഗണപതിയാണ് ഏറ്റവും വലിയ കവി. കവീനാം ഉപമശ്രവസ്തമെന്നാണ് ഗണപതി ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ അണ്ണൻ ആര്, സുബ്രഹ്മണ്യനും ഉണ്ട്. രണ്ടുപേരും ഭയങ്കര കവികളാണ്. അത്രയൊന്നും ആയില്ലെങ്കിൽ പണ്ടൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ കൈതൊഴാം കേക്കുമാറാകണേ. അതിൻ്റെ ഒരു തമാശയുണ്ട്. അയൽവക്കക്കാരൻ വലിയ പൈസക്കാരൻ, കെ കുമാർ എന്നവൻ്റെ പേര്. ദൈവമേ കൈതൊഴാം കേക്കുമാറാകണം, അവനെപ്പോലെ പൈസക്കാരനാവണം. ഇനി അവനെപ്പോലെ ആയില്ലെങ്കിലോ കാക്കുമാർ, ഒരു കാൽക്കുമാറെങ്കിലും ആവണമെന്നാണ്. അപ്പം അതുകൊണ്ട് ഒരു കാൽ തുര്യാമൃതം ആക്കി തീർക്കണേ എന്ന് എൻ്റെ പ്രാർത്ഥന അമ്മയുടെ മുമ്പിൽ വെക്കുകയാണ്. നിങ്ങളും ഒരു കാര്യമുണ്ട്,
ഗുരുവായൂർ നടക്കി പോയി നിന്നിട്ട് എന്തു പറഞ്ഞാലും കൃഷ്ണൻ അത് നോട്ട് ചെയ്യുന്ന പോലെ അമ്മയെപ്പറ്റി എവിടെ വെച്ച് എന്ത് പറഞ്ഞാലും അത് നോട്ട് ചെയ്യും. ആ കൊച്ച് അച്ഛനോട് പറഞ്ഞ് മണ്ണാണെന്ന് തോന്നുന്നു നമ്മുടെ വായിൽ നിന്ന്. പിറ്റേന്ന് അവൾ ദർശനത്തിന് പോയി. അപ്പോൾ അമ്മ ഇങ്ങനെ ഇവൾ വന്നപ്പോൾ ഒരു പരുങ്ങൽ. അപ്പോൾ ഞായറാഴ്ച അപ്പോൾ ഇവൾ വന്നിട്ട്, അമ്മേ എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷനാണ്, ഇന്ന് ബസ് തിരിച്ചു പോവാണ് അമ്മേ. ബസ് പോകണ്ടേ, തിരിച്ചു പോകണം. അമ്മ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് അമ്മ അവളുടെ വായ തുറക്കടിയെന്ന് പറഞ്ഞു. ഒരു ചോക്ലേറ്റ് വെച്ച് കൊടുത്ത്. എന്നിട്ട് അമ്മ എല്ലാവരും വായ തുറന്നിട്ടും, ആ നോക്കടാ എൻ്റെ വായിൽ മണ്ണാണോ? എൻ്റെ വായിക്കാത്ത മണ്ണാണെന്നാണ് ഇവള് പറയുന്നത്. ഇത് എന്തൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ തമ്മിൽ അല്പം സ്വല്പം അസൂയൊക്കെ ഉണ്ട്, സത്യം പറയാം. നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല അല്ലേ? ഭക്തിയും അല്ലാതെ എല്ലാ അസൂയുണ്ട്. എന്നാലും നമ്മളൊക്കെ അമ്മയുടെ മക്കളാണ് അല്ലേ? നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റുന്നൊരു കോമൺ പോയിൻ്റ് അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ കുറവുകൾ നിങ്ങൾ പുറത്തു തരിക, നിങ്ങളുടെ കുറവുകൾ ഞാനും അമ്മയുടെ പേരിലാണ് പുറത്തു തരുന്നത്. അപ്പോൾ എല്ലാവരും നല്ലത് വരട്ടെ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിന ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമജയം.